ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ബേബി ബർത്ത് ഫ്രെയിമിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കാനവ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പം അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊരു ടെംപ്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. കാരണം ഈ ഫ്രെയിമിങ്ങിന് ഈ ഒരു ഓപ്ഷനായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് അതിലില്ല. പക്ഷേ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനൊരു പോസ്റ്റർ മേക്കിങ്ങിൻ്റെ സെക്ഷനാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൽ ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാണ്. ആ ബ്ലാങ്ക് ടെംപ്ലേറ്റിൽ ഞാൻ അതിൻ്റെ താഴെ ഒരു പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ ടെംപ്ലേറ്റിൻ്റെ കളറ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പം ഞാൻ കളർ ഒരു പിങ്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു ബേബി ഗേളിൻ്റെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പിങ്ക് എന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ട് പിങ്ക് എടുത്തു. ഇതിൽ വേറെ പിങ്ക് ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാം. ആ പ്ലസ് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് ചെയ്യാം. അതിൽ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷന് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ പാരൻസിൻ്റെ സിമ്പിളാണ് നോക്കുന്നത്. അപ്പം അത് സെർച്ച് ചെയ്തു. എന്നിട്ട് ഗ്രാഫിക്സിൽ പോയിട്ട് പാരൻസിൻ്റെ ഒരു എടുത്തിട്ടുണ്ട്. അത് ലോഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നേരെ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് ആ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത എലമെൻറ്റ് ആഡ് ചെയ്യണം. ഞാൻ അടുത്തത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലണ്ടറാണ്. അപ്പോൾ ഞാൻ അതും സെർച്ച് ചെയ്തിട്ട് ഗ്രാഫിക്സിൽ വേണ്ടത് ഫസ്റ്റത്തെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലുള്ള അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം യൂഷ്വലി കാലണ്ടർ എന്ന് വെച്ചാൽ ഡേറ്റ് വരുന്നത്, പിന്നെ ടൈമിന്, പിന്നെ ഒരു സിബ്ലിങ് ഉണ്ടെങ്കിൽ അവരുടേത്, പാരൻസിൻ്റെത്, പിന്നെ അവരുടെ വെയിറ്റ്, ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഹോസ്പിറ്റൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അടുത്ത വെയിറ്റിൻ്റെത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വെയിറ്റിൻ്റെതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈഡിലേക്കാക്കിയിട്ട് വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വെക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹൈറ്റ് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്കെയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൽ ഫസ്റ്റ് കാണുന്ന ഗ്രാഫിക്സിൽ ആദ്യം നോക്കിയപ്പോൾ ആ ഫസ്റ്റുള്ള സ്കെയിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് എണ്ണം ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നത് ഫസ്റ്റിലുള്ളതാണ്. അപ്പം അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒന്നുകൂടി ആ പ്ലസ് ബട്ടൺ നെക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈമിന് വേണ്ടിയിട്ടൊരു ക്ലോക്ക് പോലെ അതാണ് സെർച്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരു ക്ലോക്കിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതും ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയതൊക്കെ എല്ലാം വേറെ വേറെ കളറാണ്. അപ്പം നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആണെങ്കിൽ
ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാത്തിനും കളേഴ്സ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് എലമെൻറ്റിലാണോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു ഗ്രേപ്പ് കളറാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ കളറ് മാറ്റുകയാണ്. അതിൻ്റെ ബോർഡറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്കനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാം. അപ്പോൾ കാലണ്ടറിൻ്റെയും ചെയ്തു. പിന്നെ പാരൻസിൻ്റെ ആ ഒരു ഐക്കണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇനി കളേഴ്സ് ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഫ്ലോറൽ ഫ്രെയിം, ബേബീൻ്റെ പിക്ചർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോറൽ ഫ്രെയിം സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ബാക്കിയുള്ളതൊക്കെ സെലക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലോറൽ ഫ്രെയിം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ബോർഡറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കളറും ആ ഒരു ഗ്രേപ്പ് കളറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് എത്ര സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മേലേക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിഷ്ടമാണ് എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ. നമ്മൾ നേരെ ഗാലറി ഓപ്ഷൻ പോയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം ഫോട്ടോ ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് ഫ്രെയിമിൽ വരുന്നത്. അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രെയിമിൽ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എലമെൻറ്റ്സ്, ഞാൻ ഒരു കുട്ടി റെയിൻബോ ഒരു ഡെക്കറേറ്റീവ് പീസ് പോലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ റെയിൻബോ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് എന്ത് വേണേൽ ആഡ് ചെയ്യാം. യൂണിക്കോണോ ഫ്ലവേഴ്സോ അങ്ങനെ എന്ത് വേണേൽ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം. എന്നിട്ട് അത് ഞാൻ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എഴുതണം, പേരും കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേരാണ് എഴുതാൻ പോണത്. അപ്പോൾ ഞാൻ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പേര് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഫോണ്ടും പിന്നെ സൈസൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കളറും ഞാൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗ്രേപ്പ് കളർ തന്നെയാണ് മാറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എല്ലാത്തിനും ഇതേപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ഡീറ്റെയിൽസിൽ ഇപ്പോൾ കലണ്ടറിൻ്റെ താഴെ ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ഹോസ്പിറ്റൽ നെയിം, പിന്നെ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ, പിന്നെ എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ കാലണ്ടറിൽ ചെയ്യുന്നതൊന്ന് കാണിക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ട് ഞാൻ ഡേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നിട്ടത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഞാനിത് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം എല്ലാവരും ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് പല രീതിയിൽ ചെയ്യും. ഞാൻ ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഏത് ആപ്പിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഇതിൽ സിമ്പിളാണ്. ഇനി ഇത് നേരെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യാൻ കേട്ടോ ചെയ്യാറ്. സിമ്പിളാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.